Hi. Everything happens twice in life. First in mind, then in reality. റോബിൻ ശർമ്മയുടെ പ്രശസ്തമായ വാക്കുകളാണിവ. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാര്യം നമ്മുടെ റിയൽ ലൈഫിൽ നടക്കുകയാണെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ഈസ് റിയൽ ഹാപ്പിനെസ്. പോസിറ്റീവ് ടോക്സിന്റെ ഓണം ഓൺലൈൻ സെലിബ്രേഷൻ കോൺടെസ്റ്റ് ആയിരുന്നു ഹാർവെസ്റ്റ് ഹാപ്പിനെസ്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് വീഡിയോസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. വെരി ഹാപ്പി ടു സേ ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി എ ഗ്ലോബൽ ഇവന്റ്. ഒരുപാട് നാഷണാലിറ്റീസ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും തിരഞ്ഞെടുത്ത കുറച്ച് വീഡിയോസാണ് ഞങ്ങൾ ഇവിടെ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് വാച്ച് ഇറ്റ്. താങ്ക് യു. ഹായ്, വാട്ട് ഈസ് ഹാപ്പിനെസ്? എന്താണ് സന്തോഷം? അത് പലർക്കും പല തരത്തിലായിരിക്കും. പക്ഷേ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ജന്മം നൽകിയ നമ്മളെ പാരൻസ് അവരുടെ അവസാന ശ്വാസം വരെ അവരെ ഹാപ്പി ആയിട്ട് നിർത്താൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് സപ്പോർട്ടായിട്ട് നമുക്ക് നമ്മളെപ്പോലെ തന്നെ അവരെ സ്നേഹിക്കുന്ന ഒരു പാർട്ട്ണറെ കിട്ടുക. അപ്പോൾ സന്തോഷം ഇരട്ടിക്കും. അതാണ് യഥാർത്ഥ സന്തോഷം. താങ്ക് യു. ദിസ് ഇസ് രാഹുൽ. ബൈ ബൈ. What is happiness? I think happiness is a state of mental harmony of all the external elements. It's a state where there is no egocentrism, where there is rational thinking, where there is enlightenment of spirituality. It's a pleasure of emotional intelligence, matured mental state and matured emotional state. That means well within the control of yourself, which means you are in harmony with your situation. Happiness is possible only in the presence of complete physical health only. In the absence of physical health, no happiness is possible. Physical ailment will stand in the way of all types of happiness, pleasure, etc. Happiness is nothing but it's the enjoyment of spiritual and physical blessing. As a doctor, the contentment of the patient will melt my cord of heart. That's all regarding happiness. Hi friends, it's my great pleasure to assess and identify what makes me happy. Thank you, Team Positive Talks, because you people prompted me to ask myself, what is happiness? For the first time in my life. Dear friends, happiness is a state of mind. It's not something ready-made. The way we look at things determines our happiness. To me, happiness is enjoying the little things in life. As the American scholar John Kabat-Zinn opined, the little things, the little moments, they are not little. Let's enjoy the little things and embrace happiness. Signing off with Sridhar VS. Thank you. Jai Hind. ഹായ്. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം. ആ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന സമയമാണ് ആനന്ദം. ഓരോ സമയവും വിലപ്പെട്ടതാണ്. ഫാമിലി ഈസ് മൈ സ്ട്രെങ്ത്. Xin chào tất cả mọi người, xin chào anh Lại Thanh Đông. Mình tên là Thảo, mình đến đây để xin lỗi người yêu mình. Anh ơi, em sai rồi, em sai thật rồi. Anh cho em xin lỗi anh nhé. ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ സന്തോഷത്തെക്കുറിച്ച് 2 വാക്കുകൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത്. സന്തോഷം ശരിക്കും നമ്മൾ പുറത്ത് പറയിക്കാൻ പറ്റുന്ന ഒരു വികാരമല്ല. ശരിക്കും അത് നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന് വേണ്ടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണെങ്കിൽ ഒരിക്കലും കിട്ടാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം അലയുന്നതിന് പകരം ഒരു നിമിഷം നമ്മൾ ഒന്ന് സ്വസ്ഥമായിട്ടിരുന്നിട്ട് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷത്തിൻ്റെ ഒരു കണികകൾ എവിടെയൊക്കെയോ ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും. എപ്പോഴും സന്തോഷവാനായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്
ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള പ്രോമിസസ് ഒരിക്കലും കൊടുക്കരുത്. നമ്മളുടെ പ്രോമിസസ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ആണെങ്കിൽ പിന്നീട് നമ്മളുടെ ദുഃഖത്തിലേക്ക് അത് നയിക്കാൻ ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയെങ്കിൽ നമ്മൾക്കൊരിക്കലും സന്തോഷം ലഭിക്കില്ല എന്നതാണ് വസ്തുത. സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതിന് പകരം സന്തോഷത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മളെപ്പോഴും എല്ലാ നിമിഷവും നമുക്ക് ആസ്വാദ്യകരമാക്കാൻ വേണ്ടി സാധിക്കും. എല്ലാവരും എല്ലായ്പ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കട്ടെ എന്ന് സന്തോഷത്തോടു കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. My name is Dominic. We feel happiness when we reach to the stage of enlightenment, be in the present movement, to be happy. Thank you. എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എൻ്റെ ഈ ഗ്രാമത്തിൽ എൻ്റെ വീട്ടിനടുത്ത് ഇങ്ങനെ ഒരു സമയം ചെലവഴിച്ച് ഇങ്ങനെ പോകാനും അതുപോലെ എൻ്റെ ഫ്രണ്ട്സിനെ കാണാനും അവരൊന്നിച്ച് സമയം ചെലവഴിക്കാനും ഒക്കെയാണ് എനിക്കിഷ്ടം. എൻ്റെ വീട്, എൻ്റെ അമ്മ, എൻ്റെ മക്കൾ അവരൊന്നിച്ച് ഇങ്ങനെ സമയം ചെലവഴിക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എന്താണ് സന്തോഷം? സന്തോഷം നമുക്ക് ചുറ്റിലും ഒളിഞ്ഞും തെളിഞ്ഞും കിടപ്പുണ്ട്. പക്ഷേ നമ്മൾ തുറന്ന മനസ്സോടെ അവയെ കണ്ടെത്തണം. അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാവാം, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകമാവാം, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കായിക ഇനമാവാം, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാവാം, എന്തിന് പ്രകൃതിയുടെ ഭാവ ചലനങ്ങൾ പോലുമാകാം. ഒരു കാറ്റായും മഴയായും ഒക്കെ വരുമ്പോൾ നമ്മളെ അത് ആഹ്ലാദചിത്തരാക്കുന്നു. അതുകൊണ്ട് തന്നെ സന്തോഷം അനുഭവിക്കാൻ നമ്മൾ ഏറെ ധനവാന്മാരാണോ അല്ലെങ്കിൽ പദവിയുള്ളവരാണോ എന്നൊന്നുമില്ല. അത് അനുഭവിക്കാനുള്ള തുറന്ന ഒരു മനസ്സ് മാത്രം മതി. നമ്മുടെ അബോധ മനസ്സിലുള്ള ഒരു ചിന്ത യാഥാർത്ഥ്യമാകുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി, അത് തന്നെയാണ് സന്തോഷം. ഹായ്, ഞാൻ അനീസ് കാസർഗോഡാണ്. എൻ്റെ ഹാപ്പിനെസ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മൻ്റെ കൂടെ ഹാപ്പിനെസ്സാണ്. പിന്നെ ഉമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം, അതുപോലെ എൻ്റെ ഫ്രണ്ട്സ്, പിന്നെ ഒരു യാത്ര എനിക്ക് ഒരുപാട് സന്തോഷം നൽകുന്നു. എന്തെങ്കിലും വിഷമമായി ഞാൻ യാത്ര പോകും. പിന്നെ ഫ്രണ്ട്സ്, അവരുമായിട്ടുള്ള ഒരു മീറ്റിംഗ്, പിന്നെ വീട്ടിലെ ഭക്ഷണം പറഞ്ഞല്ലോ, പിന്നെ ഉമ്മയുടെ കെയർ, അതൊക്കെയാണ് എൻ്റെ ഹാപ്പിനെസ്. വേറെ പ്രത്യേകിച്ച് ഹാപ്പിനെസ് ആയിട്ടൊന്നും പറയാനൊന്നുമില്ല. അതൊക്കെയാണ് എൻ്റെ ഹാപ്പിനെസ്. വാട്ട് ഈസ് ഹാപ്പിനെസ്? എൻ്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ സഹജീവികളെ സഹായിക്കുമ്പോൾ കിട്ടുമ്പോഴുള്ള സംതൃപ്തിയാണ് എൻ്റെ ഹാപ്പിനെസ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. നാട്ടിൽ പോകുണ്ടാവുള്ള സന്തോഷം, അതുപോലെ തന്നെ നാട്ടിൽ പോയിട്ട് മാതാപിതാക്കളെ ബന്ധുക്കളെ കാണുമ്പോൾ സന്തോഷം, അതുപോലെ തന്നെ ഇവിടെ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് ഭാര്യ മക്കളെ കാണുമ്പോഴുള്ള സന്തോഷം, ഫുട്ബോൾ, ക്രിക്കറ്റ് തുടങ്ങിയ കായിക ഇനങ്ങളിൽ ഏർപ്പെടുമ്പോഴുള്ള സന്തോഷം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ജീവിതത്തിൽ കിട്ടുന്ന സന്തോഷമാണ്. എല്ലാവരും ജീവിതത്തിൽ സന്തോഷിക്കുക, എൻജോയ് ചെയ്യുക, അതാണ് എൻ്റെ അഭ്യർത്ഥന. ഹാപ്പിനെസ് ഈസ് യുവർ ക്രിയേഷൻ. സന്തോഷം നിങ്ങളുടെ സൃഷ്ടിയാണ്. സ്വാമി രാമയുടെ വാക്കുകളാണിവ. തീർച്ചയായും സന്തോഷം നമ്മുടെ ഓരോരുത്തരുടെയും സൃഷ്ടി തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു വികാരമാണ്, മറ്റ് വികാരങ്ങളെ പോലെ തന്നെയുള്ള വികാരമാണ് സന്തോഷം. പക്ഷെ നമ്മൾ തന്നെ നിശ്ചയിച്ചിട്ടുള്ള ചില നിർവചനങ്ങളും പരാതികളും പരിമിതികളും കൊണ്ട് നമുക്ക് സന്തോഷത്തെ തിരിച്ചറിയാതെ പോകുന്നു. സന്തോഷം എന്ന വാക്കിന് സംതൃപ്തി എന്നൊരർത്ഥം കൂടിയുണ്ടെന്ന് തിരിച്ചറിയുക. നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ വാങ്ങിക്കൂട്ടുകയും അല്ലെങ്കിൽ അവയൊക്കെ നമ്മളിലേക്ക് വന്നതിന് ശേഷം നമ്മൾ സന്തോഷിക്കാമെന്ന് കരുതുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തം. ഒരിക്കലും സന്തോഷത്തിനായി കാത്തിരിക്കാതിരിക്കുക. അത് നമ്മൾ തന്നെ കണ്ടെത്തുകയും സൃഷ്ടിക്കുകയും അനുഭവിച്ചറിയുകയും ചെയ്യേണ്ടത്. Happiness. For me, happiness is surrounded by loving family and friends and being able to love yourself. It is not all about money, so it means something that makes you comfortable and content. So, to be completely happy, you are living a life that is free of stress and negativity. Doing anything that makes you happy, that's happiness. And happiness is my daily goal because the purpose of life is to be happy. നമസ്കാരം, ഹാപ്പി ഓണം. സന്തോഷം എന്താണ് എന്നാണ് ചോദ്യം. ഈ ചോദ്യത്തിന് എനിക്ക് ചെറിയൊരു ഉത്തരേ പറയാനുള്ളൂ. കസ്തൂരിമാൻ്റെ കഥ. കസ്തൂരിമാൻ
ജീവിതകാലം മുഴുവൻ അതിൻ്റെ സുഗന്ധം അന്വേഷിച്ച് നടക്കുന്ന കൂട്ടത്തിൽ അത് മനസ്സിലാക്കുന്നില്ല ഈ സുഗന്ധം വരുന്നത് അതിൻ്റെ സ്വന്തം ശരീരത്തിൽ നിന്നാണ്. ഇത് കണ്ടുപിടിക്കാതെ അലിഞ്ഞ് അവസാനം കസ്തൂരിമാൻ മരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കാര്യം അത് തന്നെയാണ്. നമ്മൾ ഓരോരുത്തർക്കും അറിയാം ഹാപ്പിനെസ് എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം നമ്മളിലുള്ളതാണ്, അല്ലാതെ പുറമേത്തെ ഒരാൾക്ക് ഒരിക്കലും ഹാപ്പിനെസ് തരാൻ പറ്റില്ല. അപ്പം നമ്മൾ ഹാപ്പി ആയാൽ നമ്മൾ ലോകത്തെ ഹാപ്പിയായി കാണും, നമ്മുടെ കൂട്ടുകാരെ ഹാപ്പിയായി കാണും, നമ്മുടെ ബന്ധുക്കൾ ഹാപ്പിയായി കാണും, നമ്മുടെ കുട്ടികൾ ഹാപ്പിയായി കാണും. അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ദയവായിട്ട് അവനവൻ്റെ ഹാപ്പിനെസ് കണ്ടെത്തുക. അവനവൻ്റെ ഹാപ്പിനെസ്സാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്. നന്ദി, നമസ്കാരം. Hi friends, what is happiness? An initiative by Team Positive Talks to analyze what happiness means to each and every person. So when you ask what happiness means to me, I would say this is something which should come from inside. We should not search happiness for outside. This is something which has to come from inside. And for me, happiness is something like it's even a small act, just like from drinking a water to flying in the sky. Whatever activities comes in between, which gives you pleasure, happiness, confidence, energy, enthusiasm, and a smile from inner heart. Once you do that, that is happiness. So always concentrate on each and every act that you are happy while doing that. Then of course it will bring happiness to you and your life will be full of joy. Thank you. നമസ്കാരം. ഹാപ്പിനെസ്, സന്തോഷം, അതാണ് നമ്മുടെ സബ്ജക്റ്റ് അല്ലേ? ചിലർ ചോദിക്കാറുണ്ട് സന്തോഷമായിരിക്കുന്നു. സന്തോഷിക്കാൻ ഇപ്പോൾ എന്തിരിക്കുന്നു, അതായിരിക്കും ഉടനെ വരുന്ന മറുപടി. സന്തോഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നാൽ എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല? നമുക്ക് എന്തുണ്ട് എന്നുള്ളതിലല്ല, ഉള്ളത് കൊണ്ട് സന്തോഷമായിരിക്കുന്നു എന്നുള്ളതിലാണ്. ദുഃഖങ്ങളിലേക്ക് നോക്കുന്നതിന് പകരം നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിലേക്ക് നോക്കുക. സന്തോഷം അവിടെ കാണുന്നു. അപ്പോൾ നിങ്ങളായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ്. തിരിച്ചു കിട്ടില്ല എന്നറിയാമായിരുന്നിട്ടും കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒരാളുടെയെങ്കിലും മുഖത്ത് അപ്പോൾ കാണുന്ന സന്തോഷം, ഒരു പുഞ്ചിരി, അതായിരിക്കും നിങ്ങളുടെയും സന്തോഷം. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, എക്സ്പെക്ടേഷൻസ് റെഡ്യൂസസ് ജോയ്. ഡു നോട്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം എനിവൺ, ദാറ്റ് വിൽ റെഡ്യൂസ് യുവർ ജോയ്. താങ്ക് യു വെരി മച്ച്. നമസ്കാരം, എൻ്റെ പേര് സംഗീത. വാട്ട് ഈസ് ഹാപ്പിനെസ്? ഇതിനുള്ളൊരു മറുപടി എന്നത് ഈ അടുത്ത് എനിക്കുണ്ടായിരുന്ന ഒരു അനുഭവം വെച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ NHS വളണ്ടിയറാണ്. അതുകൊണ്ട് ഓണവുമായി ബന്ധപ്പെട്ട് ഓണക്കിറ്റ് വിതരണം ഉണ്ടായിരുന്നു. സാധാരണക്കാരായ കുടുംബങ്ങളെ കണ്ടെത്തി നമുക്ക് ഇവിടെ ലഭ്യമായ സാധന സാമഗ്രികൾ അവരിലേക്ക് എത്തിക്കുക എന്ന ഒരു കടമയായിരുന്നു അത്. അതുമായി ബന്ധപ്പെട്ട് വീടിനടുത്തുള്ളൊരു കുടുംബത്തിൽ ചെന്നു. അവിടെ അവർക്ക് ആ ഓണക്കിറ്റ് ഏൽപ്പിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് കുട്ടികളുടെ വീടായിരുന്നു അത്. അപ്പോൾ ആ കുട്ടികളുടെ മുഖത്ത് തെളിഞ്ഞ ഒരു സന്തോഷമുണ്ട്. അത് തന്നെയാണ് നമ്മളിലേക്കും സന്തോഷം എന്ന രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്ത് എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ മറ്റൊരു ഓർമ്മ എന്നത് ഒരു അവാർഡ് സെറമണി ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അവാർഡ് വാങ്ങിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ഒരു വയ്യാത്ത ഒരു മുത്തശ്ശി, അവരുടെ കാലൊക്കെ പൊള്ളിയതായിട്ട് കാണാം, അവർക്ക് നടന്നു നീങ്ങാൻ പറ്റുന്നില്ല. ആ സമയത്ത് അവരൊരു ഹോട്ടലിൽ കടന്നു പോവുകയാണ്. അവിടെ പോയതിനു ശേഷം അവർക്ക് വെറും വെള്ളം മാത്രം കൊടുത്ത് ആ ഹോട്ടലുടമ തിരിച്ചയച്ചു. അത് കണ്ടപ്പോൾ സിമ്പതിക്ക് പകരം നമുക്ക് എമ്പതിയാണ് ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞ് എൻ്റെ അമ്മ അവർക്ക് പൊതിച്ചോറ് വാങ്ങിച്ചു കൊടുത്തു. ആ സമയത്തും ഞാൻ കണ്ടത് ഒരു സന്തോഷമാണ്. നമുക്ക് ചുറ്റും നമ്മൾ ദിവസവും ചെയ്യുന്ന പ്രവൃത്തികളിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. അതിപ്പോൾ നമ്മുടെ സ്വയം അഹം എന്നുള്ളൊരു ചിന്തയിലല്ല, മറ്റുള്ളവർക്ക് കൂടി ചെയ്യുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയും. ഒരുപക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സന്തോഷം കണ്ടെത്തുവാണെങ്കിൽ ഈ ലോകത്തെ യുദ്ധങ്ങളോ അക്രമങ്ങളോ അതുപോലുള്ള ഭീകര പ്രവർത്തനങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഒരു സമാധാനപരമായിട്ടുള്ളൊരു ലോകം സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമെന്ന് ഒരു യുവത്വത്തിന്റെ പ്രതീകം എന്നോണം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെ കൊണ്ട് റൂമി പറഞ്ഞതുപോലെ സൈലൻസ് സ്പീക്സ് ലൗഡർ ദാൻ ദ വേർഡ്സ്. അത് തന്നെയാണ് എനിക്കും ആവർത്തിക്കാനുള്ളത്. നിശബ്ദമായിട്ടുള്ള സന്തോഷങ്ങളാണവ. അവ വലിയ തോതിലുള്ള ആഡംബരങ്ങളൊന്നും വിളിച്ചറിയിക്കില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിന് നമുക്ക് ആത്മസംതൃപ്തി തോന്നുന്ന വിധത്തിലുള്ളൊരു സന്തോഷം അതിലൂടെ ഉളവാകാൻ സാധിക്കും. നമുക്ക് അതുവഴി ലോകത്തിനായി ജീവിക്കാനും കഴിയും. നന്ദി. All happy families are alike.
each unhappy family is unhappy in its own way. വിശ്വവിഖ്യാത എഴുത്തുകാരനായ ലിയോ ടോൾസ്റ്റോയുടെ അന്ന കരീനിനയിലെ വരികളാണിത്. ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ കാര്യമാണ്. പക്ഷെ ഒരു ഇൻഡിവിജ്വലിന്റെ കാര്യം എടുക്കുമ്പോൾ ഹാപ്പിനെസ് വളരെ സിമ്പിൾ ആണ്. കാരണം അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. എന്താണോ നമ്മൾ വളരെ സത്യസന്ധമായിട്ട് നമ്മുടെ മനസ്സ് തുറന്നു ഹൃദയത്തോട് സംസാരിക്കുന്നത്, അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതിയുണ്ട്. അത് തന്നെയാണ് ഹാപ്പിനെസ്. ഹാപ്പിനെസ് ഇസ് വെൻ യു ലിവ് ദ ലൈഫ് ആൻഡ് എൻജോയ് ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഓഫ് യുവർ ലൈഫ്. ജീവിതത്തെ ഒരു നദിയായി സങ്കല്പിച്ച വെറുതെ ഇങ്ങനെ ഒഴുകിയിട്ട് കടലിൽ ചേരുകയല്ല, മറിച്ച് നദിക്കരയും പുൽകളെയും പുഴുക്കളെയും ഉരുളൻ കല്ലുകളെയും തഴുകി സ്വയം ആസ്വദിച്ചും മറ്റുള്ളവരെ കുളിരണിയിപ്പിച്ചും കൊണ്ട് കടലിൽ ചേരുകയാണ്. നിങ്ങൾക്ക് എന്നാണോ സ്വയം മനസ്സ് തുറന്ന് ചിരിക്കാനും മറ്റുള്ളവരെ ചിരിപ്പിക്കാനും പറ്റുന്നത്, അന്ന് നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് ആയി. ദാറ്റ് ഈസ് ഹാപ്പിനെസ്. താങ്ക് യു. ഹായ്, ഇതൊരു പൂവല്ലേ? എത്ര കഥകൾ പറയാനുണ്ടായി പൂവിന്. ഒരു മുട്ട് പൂവായി വിരിഞ്ഞ കഥ, ഈ പൂവിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വരുന്ന വണ്ടുകളുടെ കഥ, അങ്ങനെ ഒരുപാട് കഥകൾ. ഈ പൂവിൻ്റെ ഒരു സൗന്ദര്യം കണ്ടെത്താനുള്ള കഴിവുണ്ടല്ലോ, അതാണ് സന്തോഷം. കാരണമില്ലാതെ സന്തോഷിക്കാൻ പറ്റണം, കാരണമില്ലാതെ ചിരിക്കാൻ പറ്റണം. അന്നേരം ജീവിതം നല്ല രസകരമായി തീരും. ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഹാപ്പിനെസ് ഈസ് റിയൽ ഓൺലി വെൻ ഇറ്റ് ഈസ് ഷെയർഡ്. സന്തോഷം പങ്കുവെക്കൂ. Hi everyone. Happiness. What is happiness? For me, happiness is all about your perspective and the way you see things happening around you. Life around you will not or will never happen 100% the way you want it, right? If your happiness is dependent upon what happens around you, then the chances of you being happy all the time is next to impossible. So, each and everything happens within you. Let be pain or pleasure, happiness or sadness, whatever it is, it's you who should determine how it should happen, not somebody else. If you can achieve that, the whole experience of life would be clearly determined by you. So, I would say you are in charge of your happiness. Think about it in a broader way. This might help you. Thank you. Namaste. My happiness is reading. I love reading books because reading keeps our brain healthy, reduces stress, and sleep better. As our minds are exposed to such a wealth of ideas through reading, it helps us communicate with the depth of the thought and a wide mixture of emotional colors as well. It helps us relax. It also increases our confidence. The more you read, the more you get use for it. I love reading Ruskin Bond and Sudha Murthy books because I just started reading them. Thank you.